അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കൽ മഹാനായ സയ്യിദ് ബിൻ സന്ദ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. മഹാനവറുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ട് അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, എല്ലാ നന്മകളും സകാത്തുകളും സ്വതക്കയും എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളിലും പടച്ചവനെ ഒരു ഖുശൂ ലഭിക്കാൻ, എന്നത്തെക്കാളും ഞങ്ങൾക്കൊരു ചിന്ത, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധം ഞങ്ങൾക്ക് ലഭിക്കാൻ അള്ളാഹുവേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? പടച്ചവനെ, ഇത് കടന്നു വന്നുകൊണ്ട് മഹാനായ സയ്യിദ് ബിൻ സന്ദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോ അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മഹാനായ സയ്യിദ് ബിൻ സന്ദ് തങ്ങളെ, നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ടല്ലോ, വല്ലാത്ത പ്രസക്തമായ ചോദ്യമാണ്, ഒരുപാട് അർത്ഥവത്തായ ചോദ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരാം. എല്ലാ സ്വഹാബത്തും കൂടിയിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഈ ചോദ്യം നിങ്ങൾ ചോദിക്കണമെന്ന് അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പടച്ചവനെ, മഹാനായ സയ്യിദ് ബിൻ സന്ദ് റളിയല്ലാഹു തആല അൻഹു അതാ പടച്ചവനെ മദീനയുടെ മണ്ണിലൂടെ ഓടുകയാണല്ലോ, ഓരോ സ്വഹാബത്തിനെ വിളിച്ചു കൊണ്ടുവരികയാ. എന്തേ പറയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമുക്കൊരു ഇൽമ പറഞ്ഞു തരാൻ നിൽക്കുകയാണ്, ഒരു അറിവ് പറഞ്ഞു തരാൻ നിൽക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് കടന്നു വരണേ സ്വഹാബ. പടച്ചവനെ, ഓരോ സ്വഹാബത്തും തന്റെ പണിസ്ഥലത്താണല്ലോ, ഒരുപാട് കാര്യങ്ങളിൽ ശുആലായി നിൽക്കുകയാണല്ലോ. ആ സമയത്താണ് അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയായ സയ്യിദ് ബിൻ സന്ദ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് പറയുന്നത്, നിങ്ങളൊന്ന് കടന്നു വരണേ സ്വഹാബ. പടച്ചവനെ, ഇത് കേൾക്കേണ്ട താമസമതാ ഓരോ സ്വഹാബത്തും അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാ. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു എന്റെ പ്രിയമുള്ളവരെ. അള്ളാന്റെ റസൂൽ ഇൽമ പറയുന്നുണ്ടെന്ന് പറഞ്ഞ അവർക്കത് ലഭിക്കാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു. നമ്മളെ പോലെയല്ലല്ലോ പടച്ചവനെ, ആ ഇൽമ ലഭിക്കാൻ സ്വഹാബത്ത് തന്റെ പണിയായുധങ്ങളെല്ലാം താഴത്ത് വെച്ചുകൊണ്ട് വീട്ടിലുള്ളവരുണ്ട്, വീട്ടിൽ നിന്ന് ഓടി വന്നവരുണ്ട്, പണിസ്ഥലത്ത് നിന്ന് ഓടി വന്നവരുണ്ട്, പല ശുആലുകളിലായി നിൽക്കുന്ന ആളുകളാണല്ലോ. അവരൊക്കെ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ പരിശുദ്ധമായ ദീനിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതാ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സയ്യിദേ, എല്ലാ സ്വഹാബത്തും കടന്നു വന്നല്ലോ, നിങ്ങൾ എന്നോട് നേരത്തെ ചോദിച്ച ആ ചോദ്യമുണ്ടല്ലോ, അത് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ആവർത്തിക്കുമോ? അതാവിടുന്ന് സയ്യിദ് ബിൻ സന്ദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നിങ്ങള് പടച്ചവനെ, ഞങ്ങൾ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സകാത്ത് കൊടുക്കുന്നു, എല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ സൽക്കർമ്മങ്ങളില് പടച്ചവനെ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ കണ്ടെത്താൻ, അവന്റെ റസൂലിനെ കണ്ടെത്താൻ, ഒരു തഖ്വ ലഭിക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു തരുമോ? പല സമയത്തും ചിലപ്പോൾ ഞങ്ങളുടെ ചിന്തകൾ മാറിപ്പോകാറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് സയ്യിദ് ബിൻ സന്ദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയാണ്, നബിയേ, ഞങ്ങൾക്കൊരു വല്ലാത്ത ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? എന്താ താല്പര്യം?
ഞങ്ങളുടെ ജീവിതത്തില് നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, എല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ ചെറിയ രൂപത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ ചിലപ്പോൾ പോകാറുണ്ട്. ഒരു തഖ്വ ഒന്നും കൂടെ ലഭിക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം നബിയേ എന്നവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോ പടച്ചവനെ സയ്യിദ് ഇബ്നു സന്ദർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ച അതാ ചോദ്യത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ ഉദ്കുറുൽ മനിയാ, നിങ്ങൾ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണം സ്വഹാബ, മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണം സ്വഹാബ. ഏത് സമയത്തും ഹൃദയത്തിനകത്തുള്ള ചിന്ത എന്താകണമെന്നറിയോ? പടച്ചവനെ, ഞാൻ ഏത് സമയത്ത് വേണമെങ്കിലും ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമെന്നുള്ള ചിന്തയുണ്ടല്ലോ. ആ ചിന്തയോട് കൂടിയിട്ട് വേണം നിസ്കാരത്തിലേക്ക് നിൽക്കാൻ. ഇത് എന്റെ അവസാനത്തെ നമസ്കാരമാണ്, ഇത് എന്റെ അവസാനത്തെ നോമ്പാണ്, ഇത് എന്റെ അവസാനത്തെ നന്മകളാണ്. ഇതിൽ കഴിഞ്ഞ എന്നെ കൊണ്ടുപോകാൻ അസ്രായീൽ എന്റെ തൊട്ടുപിറകിൽ കാത്തു നിൽക്കുകയാണ് എന്നുള്ളൊരു ചിന്തയുണ്ടോ, എന്നുള്ളൊരു ബോധമുണ്ടോ? ഈ ബോധത്തോട് കൂടി വേണം എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോ ഇബാദത്ത് ചെയ്യാനെന്ന് അതാവിടുന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കാം. സയ്യിദ് ഇബ്നു സന്ദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യത്തിന് പറഞ്ഞു കൊടുത്ത മറുപടി, ഏത് സമയത്തും നിങ്ങൾ മരിക്കുമെന്നുള്ള ചിന്തയിൽ നിങ്ങൾ നടക്കുക. ഏത് സമയത്തും മരിക്കാം അല്ലേ? MT വാസുദേവൻ നായരുടെ കഥയിൽ അവിടെ നിന്ന് പറഞ്ഞതുപോലെ, അദ്ദേഹം MT കുറിച്ചതുപോലെ, രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് എങ്ങനെ വേണമെങ്കിലും മരണം നമ്മുടെ മുമ്പിലേക്ക് എത്തും അല്ലേ? നമ്മൾ പറയാ എൻ്റെ മകളുടെ കല്യാണമാണ്, അതുകൊണ്ട് ഇന്ന് എന്നെ മരിപ്പിക്കല്ലേ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്ന് എൻ്റെ വീട് ഇരിക്കലാണ്, കുടിയിരിക്കലാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മക്കളെ കെട്ടിക്കാനുണ്ട്, കാര്യമുണ്ടോ? എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അല്ലാ, അതുകൊണ്ട് എന്നെ മരിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമല്ല. നമുക്കൊരു സമയമുണ്ട്. ആ സമയമായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് വരും. നമ്മുടെ മുമ്പിൽ വന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അള്ളാഹിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യം അതാ. നമ്മുടെ ജീവിതത്തിലും നമുക്കത് കൊണ്ട് നടക്കാൻ കഴിയണം. ആ സമയം അള്ളാഹുവെ പടച്ചവനെ, ഞാൻ മരിക്കും എന്നുള്ള ഒരു ബോധത്തോടു കൂടെ ഈ ദുനിയാവിൽ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ആ ഒരു ബോധം നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ ഓരോ കാര്യത്തിലും നമുക്ക് പടച്ച തമ്പുരാനെ കണ്ടെത്താൻ കഴിയും. അതില്ലാത്തത് കൊണ്ടാണ് പല സമയത്തും നമ്മൾ പരാജയപ്പെടുന്നത് അല്ലെ? നമ്മൾ ഇന്ന് തെറ്റിലേക്ക് പോകുന്നത് വരെ എന്തുകൊണ്ടാണ്? ഞാൻ മരിക്കും എന്നുള്ളൊരു ബോധം എൻ്റെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഹറാമ് കാണുന്നത് എന്തുകൊണ്ടാ? ഞാൻ മരിക്കും, ആ സമയത്ത് മരിക്കും എന്നുള്ളൊരു ബോധം എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ആ ഒരു ബോധമുണ്ടെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്യാൻ കഴിയോ? മരണത്തെ കണ്ടുമുട്ടും എന്നുള്ളൊരു ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്യാൻ കഴിയോ? ഇല്ല, ഒരിക്കലുമില്ല. നമസ്കാരത്തെ ഉപേക്ഷിക്കാൻ കഴിയോ? ഫർളായ കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയോ? അന്യ പെണ്ണിന്റെ ചുക്കും ചൂരും കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് നടക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? ഒരിക്കലുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ അങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. മരണം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നില്ലേ? പല ആളുകളും പറയും, ഉസ്താദേ ഞാൻ മരിക്കുന്നത് സ്വപ്നം കണ്ടു, എന്താ ചെയ്യാ? പേടിച്ചിട്ട് പല ആൾക്കാരും വിളിച്ചു, അതിലെന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് ചോദിക്കുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ? പേടിച്ചിട്ട്. എന്തുകൊണ്ട്? പേടിച്ചത് കൊണ്ട്. അല്ലാഹു തആല ഈമാൻ നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് മരണം എന്ന് പറയുന്ന വലിയ സത്യത്തെ മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അല്ലാഹു അതിന്റെ തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇനി യഥാർത്ഥത്തിൽ നമുക്ക് മുസ്ലിമായിട്ട് ദുനിയാവിൽ ജീവിക്കണം ആഗ്രഹമല്ലേ?
യഥാർത്ഥത്തിൽ മുസ്ലിമാണെന്ന് നിങ്ങൾ പറയും, എൻ്റെ പേര് കൊണ്ട് ഞാൻ മുസ്ലിമാണ്, അല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ട് ഞാൻ മുസ്ലിമാണ് എന്ന് ഞാനും നിങ്ങളും അവിടുന്ന് വാദിക്കുന്ന ആളാണ്. എന്നാൽ നമ്മളെ പ്രവർത്തനങ്ങളെ കൊണ്ട്, ഈ പേര് കൊണ്ട് നമ്മൾ മുസ്ലിം ആയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അതിലുള്ള വഴി എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആരാണ് യഥാർത്ഥ മുസ്ലിം? ആരാണ് യഥാർത്ഥ മുസ്ലിം? അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ, അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പഠിച്ചവനെ, അതാ അവിടെ ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് അതാ ഒരാൾ കടന്നു വരികയാണ്. ഒരു സ്വഹാബി ഇങ്ങനെ കടന്നു വരികയാണ്. അതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ ആ സദസ്സിന് പ്രമുഖരായ ഒരുപാട് സ്വഹാബത്ത് ഇരിക്കുന്നുണ്ട്. പഠിച്ചവനെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സദസ്സിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, സ്വഹാബാ, അള്ളാഹുവിന്റെ സ്വർഗലോകം കയ്യിൽ മേടിച്ചിട്ട് കടന്നു വരുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ സ്വഹാബാ? പടച്ചവനെ, ഇതങ്ങ് പറയേണ്ട താമസമതാ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പടച്ചവനെ സ്വഹാബത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ അതാ സ്വഹാബത്ത് നോക്കുമ്പോ ഓരോരുത്തരും വിചാരിക്കുകയാണ്, പ്രഗത്ഭരായ സ്വഹാബത്ത് അവിടെയുണ്ടല്ലോ, ഈ ഇരിക്കുന്ന സ്വഹാബികൾ ആരെങ്കിലും ആയിരിക്കുമല്ലോ, ഈ ഇരിക്കുന്ന സ്വഹാബികൾ ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്നവിടുന്ന് ഓരോ സ്വഹാബത്തും ഇങ്ങനെ വിചാരിക്കുകയാണ്. പടച്ചവനെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂണ്ടിയത് ആരെയാണെന്നറിയോ? തന്റെ വീട്ടാവശ്യത്തിന് വേണ്ടി സാധനങ്ങൾ മേടിച്ചിട്ട് ആ സദസ്സിന്റെ തൊട്ടരികിലൂടെ വിനയത്തോടുകൂടെ കടന്നു പോകുന്ന ഒരു സഹാബിയെ ചൂണ്ടുകയാ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, സഹാബ, ആ പോകുന്ന സഹാബിയുണ്ടല്ലോ, ആ പോകുന്ന സഹാബിയുണ്ടല്ലോ, അവരാണ്. അതാ അന്നത്തെ ദിവസം അങ്ങനെ കഴിയുകയാണ്. രണ്ടാമത്തെ ദിവസം കടന്നു വന്നു. റസൂലുള്ള വീണ്ടും ചോദിക്കുകയാണ്, സ്വഹാബ, അള്ളാന്റെ സ്വർഗം മേടിച്ചിട്ട് കടന്നു പോകുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരട്ടെയോ? പടച്ചവനെ, ഇതങ്ങ് ചോദിക്കേണ്ട താമസം വീണ്ടും സ്വഹാബത്ത് കരുതിയത് എന്നാ റസൂലുള്ള വീണ്ടും കാണിച്ചു കൊടുത്തത് ആരെയെന്നറിയോ? ആ കടന്നുപോയ സ്വഹാബിയെ തന്നെയാണ്. വീണ്ടും റസൂലുള്ള കാണിച്ചു കൊടുത്തത് ആ പറയുന്ന, ആ കാണുന്ന സ്വഹാബിയെ തന്നെയാണ്. അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പടച്ചവനെ 2 ദിവസമായി. മൂന്നാമത്തെ ദിവസം കടന്നു വന്നു. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മൂന്നാമത്തെ ദിവസം അവിടുന്ന് കാണിച്ചു കൊടുത്തത് പടച്ചവനെ ഈ സ്വഹാബിയെ തന്നെയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ സ്വഹാബിയെ ചൂണ്ടിക്കൊണ്ട് വീണ്ടും അങ്ങനെ പറഞ്ഞപ്പോ അതാ സദസ്സിൽ നിന്നൊരു സ്വഹാബി എണീക്കുകയാ. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് 3 ദിവസമായി നബിയേ, അങ്ങ് 3 ദിവസമായി നബിയേ, ഞങ്ങളോട് ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് പരിചയപ്പെടുത്തുന്നു. എന്തേ അതിന്റെ കാര്യമെന്നറിയാൻ എനിക്ക് വല്ലാത്ത താല്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന അമലിനെ കുറിച്ചൊന്ന് പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് നബിയേ, അങ്ങൊന്ന് അനുവാദം തരുവോ? അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ ഒരു അതിഥിയെ പോലെ ഞാനൊന്ന് കടന്നു ചെല്ലട്ടെ. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതിയോടുകൂടെ ഈ സ്വഹാബിയത അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. 3 ദിവസം അതിഥി സൽക്കാരങ്ങൾ നടക്കുകയാണ്. പടച്ചവനെ, ഓരോ ദിവസവും അവിടുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തൊക്കെയാ നടക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്, എങ്ങനെയാ ഇരിക്കുന്നത്, എന്തൊക്കെ ഇബാദത്തുകളാ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. പടച്ചവനെ, 3-ാമത്തെ ദിവസം അതാ അവിടുന്ന് തന്റെ വീട് വിട്ടു പോരുകയാണ്. ആ സമയത്ത് ഈ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അതിഥി മാത്രമല്ല, ഞാൻ നിങ്ങളുടെ അതിഥി മാത്രമല്ല, ഞാൻ നിങ്ങളുടെ അതിഥി മാത്രമല്ല, ഞാൻ നിങ്ങളെ പരീക്ഷിക്കാനും കൂടെ കടന്നു വന്നതാ. എന്തിനാ
എന്തിനാ പരീക്ഷിക്കുന്നതെന്നറിയോ? അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിങ്ങളെ കുറിച്ച് ഞങ്ങളോട് 3 ദിവസമാ പറഞ്ഞത്. നിങ്ങൾ സ്വർഗത്തിലാണ് സ്വഹാബ, നിങ്ങൾ സ്വർഗം മേടിച്ച് കടന്നു പോകുന്നവരാണ് സ്വഹാബ. അത് പറഞ്ഞപ്പോ നിങ്ങൾ സ്വർഗം ലഭിക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് വല്ലാത്ത താല്പര്യമായി. അതുകൊണ്ടാ കടന്നു വന്നത്. ഞാൻ നോക്കുമ്പോ ഞങ്ങളെല്ലാവരും ചെയ്യുന്നത് പോലോത്ത ഓരോ സൽക്കർമ്മങ്ങളല്ലാത്ത പ്രത്യേകമായിട്ടുള്ള സൽക്കർമ്മങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നില്ല സ്വഹാബ. എന്തേ നിങ്ങൾ ചെയ്യുന്ന നന്മയൊന്ന് പറഞ്ഞു തരുമോ? പടച്ചവനെ, ഈ സ്വഹാബി അത് ചോദിക്കുമ്പോ ആ സ്വഹാബി പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ മാത്രമേ ഞാനും ചെയ്യുന്നുള്ളൂ, കൂടുതലായിട്ടുള്ള അമലുകളൊന്നും എൻ്റെ ജീവിതത്തിലില്ല. എന്നാ റസൂലുള്ള പറഞ്ഞിട്ടുള്ളൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിക്കാറുണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, യാ സ്വഹാബ, റസൂലുള്ള പറഞ്ഞത് എന്തെന്നറിയോ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന് പറയുന്നത് തന്റെ കൈ കൊണ്ട്, തന്റെ നാക്ക് കൊണ്ട്, തന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് പടച്ചവനെ ഒരാൾക്കും വേദനിപ്പിക്കാത്തവനാണല്ലോ, ഒരാളെയും ഇടങ്ങേറാക്കാത്തവനാണല്ലോ. ആ ഹദീസ് എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടത് മുതല് ഒരാളെ കുറിച്ച് ഞാൻ ഐബത്ത് പറഞ്ഞിട്ടില്ല, ഒരാളെ കുറിച്ച് ഞാൻ നമീമത്ത് പറഞ്ഞിട്ടില്ല, ഒരാളെ കുറിച്ച് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. എടോ, അവനിക്ക് വേദനയാക്കുന്ന കഥകളോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ലെന്നോ അതാവിടെ നീ സ്വഹാബി പഠിപ്പിക്കുകയാണ്. അതെന്റെ ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിക്കാറുണ്ട്. അതാ പ്രവാചകം പഠിപ്പിച്ചത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പമാര്, ഉമ്മമാര് മനസ്സിലാക്കിക്കോ, യഥാർത്ഥത്തില് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മുസ്ലിമാരെന്നറിയോ? മോനെ, ഒരാളെയും കൈകൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല, നാക്ക് കൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല. ഉമ്മ, എന്റെ പ്രിയപ്പെട്ട വാപ്പ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എത്ര പേരെയാ കുറ്റം പറഞ്ഞിട്ടുള്ളത്, എത്ര പേരെയാ കളിയാക്കിയിട്ടുള്ളത്, എത്ര പേരെ കുറിച്ചാ കളവ് പറഞ്ഞിട്ടുള്ളത്, എത്രയാ തന്റെ കൈകൊണ്ട് മറ്റുള്ളവരെ അടിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് മോനെ. നമ്മുടെ ഭാഗത്ത് നിന്ന് അക്രമം വന്നാൽ നീ യഥാർത്ഥ മുസ്ലിം അല്ലെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ വാപ്പാ ജീവിതങ്ങൾ കടന്നു പോവുകയാണല്ലോ. ചെറുപ്പക്കാരാ, നിസാര കാര്യത്തിന്റെ പേരിലോ പാവപ്പെട്ടവന്റെ മേക്കെട്ടി കയറിയിട്ട് അടിക്കുന്നവനാണല്ലോ നീ. പടച്ചവനെ, സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കള് മനസ്സിലാക്കിക്കോ, നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂട്ടുകാരനെ അടിച്ചും തൊഴിച്ചും നടക്കുന്നവനല്ലേ നീ. പടച്ചവനെ, സ്കൂൾ വിടട്ടടാ, കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് സ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് പടച്ചവനെ ക്രൂരമായിട്ട് ആക്രമിക്കുന്ന എത്ര മക്കളുണ്ടെന്നറിയോ? മോനെ, മുസ്ലിം അല്ലടാ നീ മുസ്ലിമല്ല, നീ യഥാർത്ഥ മുസ്ലിം അല്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ കൈ കൊണ്ടോ നമ്മുടെ നാക്ക് കൊണ്ടോ ആരെങ്കിലും വേദനിച്ചാൽ, ഒരാൾ ഇടങ്ങേറായാൽ അവൻ യഥാർത്ഥ മുസ്ലിം അല്ല. അങ്ങനെ ചെയ്യുന്നവൻ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല. മനസ്സിലാക്കണം നമ്മൾ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എത്ര ആളെ വേദനിപ്പിച്ചിട്ടുണ്ട്, എത്ര ആളെ അടിച്ചിട്ടുണ്ട്, എത്ര ആളെ ചീത്ത പറഞ്ഞിട്ടുണ്ടെന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് പറ, ഞാൻ യഥാർത്ഥത്തിൽ മുസ്ലിമായിട്ടുണ്ടോ? മനസ്സിലാക്കണം നമ്മൾ. ഇന്ന് സ്കൂളിന്റെ കോമ്പൗണ്ടുകളിലൊക്കെ നോക്കൂ നിങ്ങൾ, എത്രയോ പ്രിയപ്പെട്ട മക്കള് പടച്ചവനെ, മാഷന്മാരെ വിലയില്ല, ടീച്ചേഴ്സിന് വിലയില്ല, മാതാപിതാക്കളെ വിലയില്ല, അല്ലെ? അടി അങ്ങനെ ക്ലാസ് റൂമിലും ക്ലാസിന്റെ പുറത്തും കോളേജിന്റെ വരാന്തരങ്ങളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അല്ലേ? അങ്ങനെ മരണപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ പൊന്നുമോന്റെ കഥയാണ് എൻ്റെ പ്രിയമുള്ളവരെ 1-2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുമ്പിൽ നടന്നത്. ഷഹബാസ് എന്നൊരു പൊന്നുമോൻ. അവസാനം ആ ചെറുപ്പക്കാരന്റെ പൊന്നുമോനെ തല തല്ലി പൊട്ടിച്ച് അല്ലേ? ഇന്ന് ആ പൊന്നുമോൻ 6 അടി മണ്ണില. അതിന്റെ പ്രതികളൊക്കെ അത് സുഖമായിട്ട് നടക്കുന്നത്, അവർക്കൊന്നും കുഴപ്പമില്ല. അവർ SLC ഒക്കെ എഴുതി. ഈ SLC ഒക്കെ പഠിക്കുന്ന പൊന്നുമക്കളുടെ മനസ്സിൽ പോലും ഇത്രത്തോളം വലിയ വിഷവും അതുപോലെ തന്നെ ഇത്രത്തോളം ധൈര്യവും ക്രിമിനൽ മൈൻഡും ഒക്കെ വരുന്നത് എൻ്റെ പ്രിയമുള്ളവരെ എന്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ഇന്ന് നമ്മുടെ മക്കൾക്ക് മുമ്പിലേക്ക് ഇറങ്ങുന്ന സിനിമകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സിനിമയിലെ കാണുന്നത് ഹീറോയിസങ്ങളാണ്, അടികളാണ്, പിടികളാണ്, മദ്യപാനങ്ങളാണ്, മയക്കുമരുന്ന് അടിക്കുന്ന സ്വഭാവങ്ങളാണ് അല്ലേ? ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ ഇറക്കുന്ന സിനിമകൾ. അത് നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കാൻ, അവരത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് അതാണ് ഏറ്റവും വലിയ ലഹരിയായിട്ട് മാറുന്നത്. അവർക്ക് ക്ലാസ് റൂമിൽ അങ്ങനെ ആകണം, വീട്ടിൽ അങ്ങനെ ആകണം, സമൂഹത്തിൽ അങ്ങനെ ആകണം. ആ ഒരു ചിന്തകളിലേക്ക് നമ്മുടെ മക്കൾ മാറപ്പെടുകയാണ്. ഈ സമൂഹം അവരങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ്. ഇതിന്റെ പരാജയം ആയിരിക്കാം. ഇതുകൊണ്ട് പരാജയപ്പെട്ടു പോകുന്നത് ആരാ? ഞാനും നിങ്ങളുമാ, ഓരോ മാതാപിതാക്കളാ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ കുട്ടികൾക്കൊന്നും അതൊന്നും വലിയൊരു സുഖമില്ല, അവർക്കതൊന്നും ഒരു വിഷയമല്ല, ഒരു പ്രശ്നമല്ല. ഒരു വാപ്പ അറിയില്ല അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, ഉമ്മ അറിയുന്നില്ല ഇറങ്ങിപ്പോകുന്നു, അവർക്ക് തോന്നുന്ന പോലെ ഇറങ്ങിപ്പോകുന്നു. അവർ ഈ പാതിരാ സമയത്ത് കയറി വരുന്നു. പടച്ചവനെ, കയറി വരുമ്പോ പോലും ഉമ്മയ്ക്ക് പേടിയാ മകനോട് ചോദിക്കാൻ, നീ എവിടെ പോയടാ എന്ന്. ഉമ്മയ്ക്ക് പേടിയാ, വാപ്പയ്ക്ക് പേടിയാ, എന്റെ കുട്ടിനോട് നീ എവിടെ നിന്നാടാ വരുന്നത്, അല്ലെങ്കിൽ നിന്റെ കോലം എന്താടാ ഇങ്ങനെ എന്ന് ചോദിക്കാൻ വാപ്പാക്ക് പേടിയാ. ഇങ്ങനത്തെ കാലഘട്ടമാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ കാലഘട്ടം. അള്ളാഹു ബോധം നൽകട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ജീവിക്കുമ്പോൾ നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അറിയണം, നിങ്ങൾ എന്നെ അറിയണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ നമ്മൾ പറയും നമുക്ക് പ്രയാസമാ, വേദനയാ ഉസ്താദ്, എന്നും ജീവിതത്തിൽ വലിയ പ്രയാസമാണ് എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്ന ആളുകളാണ്. ഈ വിഷമവും സങ്കടവും എല്ലാം നമുക്കുണ്ടാകുന്നത് എങ്ങനെയാണ്, ഏത് വഴിയിലൂടെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ജീവിക്കുന്ന നമ്മളോട്, ഇവിടെ ജീവിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാ, ഞാൻ നിങ്ങൾക്ക് സ്വർഗം നൽകും, ആ പരിശുദ്ധമായ സ്വർഗമുണ്ട് എന്ന് അല്ലാഹു തആല നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ സ്വർഗത്തിന്റെ ഉള്ളറയിലെ അനുഭൂതികളെ കുറിച്ചും അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ ദുആ ചെയ്യുന്ന സമയത്തും ഏത് സമയത്തും നമ്മുടെ നാക്കിനകത്ത് വരുന്നത്, പടച്ചവനെ, അല്ലാഹുവേ, ഉസ്താദേ, നിങ്ങൾ ദുആ ചെയ്യണം, എനിക്ക് നല്ല ഈമാനോട് കൂടെ മരിക്കണം, എനിക്ക് സ്വർഗം വേണമെന്ന് പടച്ചവനെ ഓരോ വാപ്പമാരും ഉമ്മമാരും അവിടുന്ന് പറയുകയാണ്. അങ്ങനെയാ എല്ലാവരും പറയുന്നത്. എന്നാ സ്വർഗം പടച്ച തമ്പുരാൻ വെറുതെ നമ്മുടെ കയ്യിലേക്ക് തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗലോകമുണ്ടല്ലോ, ആ സ്വർഗം നിങ്ങൾക്ക് വെറുതെയാ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ ഭൂമിയിലേക്ക് നിങ്ങളെ വെറുതെയാണ് സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. മോനെ, നിങ്ങളെ വെറുതെയാണ് ഇവിടെ ഞാൻ സൃഷ്ടിച്ചത് എന്ന് എന്താ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളെ നന്മയിലേക്ക് മടക്കപ്പെടുന്നതല്ലേ, എന്നിലേക്ക് തിരിച്ചു വിളിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? ഇവിടെ തന്നെ ബാക്കിയാക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എന്നിലേക്ക് നിങ്ങളെ മടക്കുമെന്നുള്ള വിചാരമുണ്ടല്ലോ. ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കുമെന്ന് എന്തേ നിങ്ങൾ മറന്നുപോയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. മോനെ, ഇവിടെ ജീവിതം വെറുതെ അടിച്ചു പൊളിക്കാനുള്ളതല്ല, ഇവിടെ ജീവിതം വെറുതെ അടിച്ചു പൊളിക്കാനുള്ളതല്ലോ. പടച്ചവനെ, റബ്ബിനെ മറന്നുകൊണ്ട് നടക്കാനുള്ളതല്ല. കഞ്ചാവടിച്ച് മദ്യമടിച്ച് പെണ്ണിനെ കൂടെ നടന്നിട്ട് ആണിന്റെ കൂടെ നടന്നിട്ട് ദുനിയാവ് മുഴുവനും പടച്ചവനെ സൗന്ദര്യത്തിന്റെ വസ്തുക്കളാക്കിയിട്ടോ ദുനിയാവ് തന്നെയാ സ്വർഗമെന്ന് പറയുന്നത് പോലെ ഇവിടെ നടക്കാനാണോ പടച്ച തമ്പുരാൻ ഇവിടെ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്? അതാ
അതാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാ. പരിശുദ്ധ ദീൻ നമ്മോട് പറഞ്ഞത് എന്തെന്നറിയോ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മോനെ, നിന്നെ ദുനിയാവിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടിട്ടുള്ളത്, ഈ ദുനിയാവിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടത് വെറുതെ അല്ലടാ. ജിന്ന് വർഗത്തെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അത് എനിക്ക് ഇബാദത്ത് ചെയ്യാനാണെന്ന് അതാ പടച്ച തമ്പുരാൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെയാണോ പറയുന്നത്? മോനെ, ഏത് സമയത്തും മരിക്കാം. അതും വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഏത് സമയത്ത് വേണമെങ്കിലും ഞാൻ മരിക്കുമെന്ന്, നമ്മൾ മരിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനോട് ഓർമ്മപ്പെടുത്തുകയാണ്. തന്റെ ജീവിതത്തിൽ എന്നും അവിടുന്ന് കൊണ്ടു നടന്നിരുന്ന വാക്കായിരുന്നു, ഹസിബൂ ഖബ്ല അൻ തുഹാസബൂ. നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. നിങ്ങൾ ചെയ്തു കൂട്ടിയത്, നിങ്ങൾ പറഞ്ഞു കൂട്ടിയത്, നിങ്ങൾ കണ്ടുകൂട്ടിയത് എല്ലാത്തിനെയും വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സമയം നിങ്ങൾക്ക് വരാനുണ്ട്. ആ സമയത്തിന്റെ മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യണേ. നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യണേ. അല്ല എങ്കിലോ നിങ്ങളുടെ തിന്മകൾ ഇങ്ങനെ കൂടിക്കിടക്കുകയാ. അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോ നിങ്ങളുടെ തിന്മകൾ നിങ്ങളെ വഞ്ചിക്കുകയാ. ഒരിക്കലും നിങ്ങൾക്ക് നന്മയിലേക്ക് എത്താൻ കഴിയില്ലെന്ന് അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. മോനെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആരായിരുന്നു? ഉമർ തങ്ങൾ ആരായിരുന്നു? പടച്ചവനെ, റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടിയിട്ട് തന്റെ ഊരിക്കിടക്കുന്ന, തന്റെ അറയിൽ കിടക്കുന്ന വാളൂരിയിട്ട് അതാ പടച്ചവനെ മക്കയിലൂടെ ഓടിയവരാ ഉമർ. കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കാൻ വേണ്ടി കടന്നു പോയതല്ലേ ഉമർ. ആ ഉമറാ പറയുന്നത്, പടച്ചവനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിലേക്ക് ഉമർ കടന്നു വന്നു എന്നറിഞ്ഞപ്പോ ഉമർ തങ്ങളുടെ അയൽവാസി പറയുകയാണ്, ആ ആലയിൽ കിടക്കുന്ന, ഖത്താബിന്റെ ആലയിൽ കിടക്കുന്ന പടച്ചവനെ കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കാ. ആ കിടക്കുന്ന ഉമറുണ്ടല്ലോ, ഉമർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, മുഹമ്മദ് നബി അനുസരിച്ചു എന്ന് പറഞ്ഞാ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഉമർ അത്രക്ക് മോശമായിരുന്നു എന്റെ പ്രിയമുള്ളവരെ. ഉമർ തങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു. ആ ഉമർ തങ്ങൾ നടക്കുന്ന വഴികളിലൂടെ ധൈര്യത്തോടു കൂടെ ഒരു പെണ്ണിന് നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനത്തെ അവസ്ഥയായിരുന്നു ഉമർ തങ്ങളുടേത്. പക്ഷേ പടച്ചവനെ പിന്നീട് പിൽക്കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അടുത്ത ആളായി മാറിയല്ലോ. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായല്ലോ. കറാമത്തിന്റെ ഉടമകളായല്ലോ. അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരായല്ലോ. ആ ഉമർ നടക്കുന്ന വഴികളിലാ റസൂലുള്ള പറഞ്ഞത്, എന്റെ ഉമർ നടക്കുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയിൽ ഇബ്ലീസ് പോലും പ്രവേശിക്കില്ല. ഉമർ നടക്കുന്ന വഴിയില് ഒരിക്കലും ഇബ്ലീസ് പോലും പ്രവേശിക്കില്ല എന്ന് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുക. എന്തേ ഇതിന്റെ കാരണം? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എന്റെ പ്രിയമുള്ളവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതാണ്. മനസ്സിലായോ? ഹൃദയത്തിലേക്ക് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ അങ്ങ് ആയത്തിൽ കയറി. ഹൃദയത്തിലേക്ക് വിശുദ്ധ ഖുർആൻ കയറിയപ്പോൾ അള്ളാഹിനെ കുറിച്ച് വ്യക്തമായിട്ട് അവിടുന്ന് മനസ്സിലായി. അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കാനും ഓർമ്മയെടുത്താനും തുടങ്ങി. പടച്ചവനെ, ഒരു നിമിഷം കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ വഴിയോരങ്ങളിലേക്ക് കടന്നു വന്നത് അല്ലേ? അല്ലാഹു തആല അവരോട് കൂടെ അല്ലാഹു സ്വർഗ്ഗത്തിലാക്കട്ടെ.
അല്ലാഹു തആല അവരോട് കൂടെ അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗ്ഗത്തിലാക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, മോനെ, നിന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും ഒരുപാട് ദോഷങ്ങളും തിന്മകളുടെ വഴികളിലൂടെ തിന്മയുടെ കൂമ്പാരങ്ങൾക്ക് മുമ്പിലൂടെ നീ കടന്നു പോയവനാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നാളെ മഹ്ശറ വരും, അവിടെ ഹിസാബ് ഉണ്ട്, സിറാത്ത് വരും. ഇവിടൊക്കെ നിനക്ക് വിജയിക്കണമെങ്കിൽ, നിന്റെ ഖബർ വിജയിക്കണമെങ്കിൽ, അള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അവിടെ നിന്റെ മുഖം പ്രകാശിച്ച് ധൈര്യത്തോടു കൂടെ നിനക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാ, പരലോകത്ത് നിന്റെ നന്മ തിന്മകളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് നിന്നെ ഹിസാബ് നടത്തുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിന്റെ മുമ്പ് ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിന്നെ വിചാരണ ചെയ്യുന്നതിന്റെ മുമ്പ് ഇവിടെ വെച്ച് നീ നിന്നെ തന്നെ വിചാരണ ചെയ്യുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്താൻ. മനസ്സിലായോ? നമ്മളിങ്ങനെ ജീവിക്കല്ലേ, എങ്ങട്ടാ പോണേ? ഈ ദുനിയാവ് അങ്ങനെ പോകുന്നതിനനുസരിച്ച് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്കതൊന്നും ഒരു വിഷയമല്ല. അതാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. ഈ ലോകം അവസാനിക്കും, മരണം വരും. നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇവിടെ നമുക്കതൊന്നും ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ കടന്നു പോകാൻ? നമ്മൾ അല്ലേ, ഇന്ന് കടന്നു പോകും, നാളെയും വരും, മറ്റന്നാളും വരും. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കഴിഞ്ഞു പോയ ദിനങ്ങളൊക്കെ നമ്മിൽ നിന്ന് പോയി. ആ ദിവസങ്ങൾ ഒരിക്കലും നമുക്കിനി തിരിച്ചു ലഭിക്കില്ല. വരാനിരിക്കുന്ന ഒരുപാട് സമയങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇതൊക്കെ നമ്മിലേക്ക് വരുമോ എന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ആയുസ് എങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ ഇന്നുകൾ നമ്മിൽ ഉള്ള ഈ ആയുസ്സിലെ ഇന്നുകൾ നമുക്ക് സ്വന്തമാണ്. ഇന്നുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു പോയ ദിവസങ്ങളിലെ തെറ്റുകളെ തിരുത്തി വരാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും വളരെ മനോഹരമാക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം. ഇതാകണം നമ്മുടെ ജീവിതം, ഇതാകണം നമ്മുടെ ജീവിതം. അപ്പോഴാണ് നമ്മൾ വിജയിച്ചവനാകുന്നത്. നമ്മൾ നമ്മുടെ ഭാഗങ്ങൾ ക്ലിയറാക്കണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരം, എൻ്റെ മക്കൾ, ഞാൻ ചിലവ് കൊടുക്കേണ്ടവർ ഒരിക്കലും പടച്ചവനെ നിനക്ക് എതിരായിട്ട് ഒന്നും പ്രവർത്തിക്കില്ല, ചെയ്യില്ല എന്നുള്ള ചിന്തയിലേക്ക് ആകാൻ, അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം എൻ്റെ പ്രിയമുള്ളവരെ. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാനൊന്ന് ചോദിക്കാം എൻ്റെ പ്രിയമുള്ളവരെ. ഇൻഷാ അല്ലാഹ് 1 മണിക്കൂറാണ് സാധാരണ നമ്മൾ ക്ലാസ് ഉണ്ടാകൽ. ഇൻഷാ അല്ലാഹ് സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചോദിക്കാം, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കാണ്, നിങ്ങൾ എല്ലാവരും രാവിലെ എണീറ്റ് പണിക്ക് പോകാറുണ്ട് അല്ലേ? പണിക്ക് പോകാറുണ്ട്, വീട്ടിൽ നിന്ന് പണിക്ക് പോകാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും പറയുമല്ല, ഉസ്താദേ പടച്ചവനെ ഞങ്ങള് പടച്ചവനെ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ അതാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ്. അതാ ജോലി എടുക്കുന്നത് എന്തിനാ ചോദിച്ചാ നമ്മളൊക്കെ പറയുന്നത്, പടച്ചവനെ എന്റെ മക്കൾക്ക് ചെലവ് കൊടുക്കണം, എന്റെ ഉമ്മാക്ക് ചെലവ് കൊടുക്കണം, എന്റെ ഭാര്യക്ക് ചെലവ് കൊടുക്കണം. ഇങ്ങനെയാ നമ്മളെല്ലാവരും പറയുന്നത്. എന്നാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ക് തരുന്ന വഴി ഞാൻ പറഞ്ഞു തരാ. മോനെ, നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതുമെല്ലാം പടച്ച തമ്പുരാനാണോ? പടച്ച തമ്പുരാന് വേണ്ടിയാണോ? എന്നാൽ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനൊന്ന് എടുത്തു നോക്ക് മോനെ. ഞാൻ നിങ്ങൾക്ക് ചെലവ് തരാ, നിനക്കുള്ള റിസ്ക് ഞാൻ തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? പഠിച്ചവനെ, പട്ടിണിയാ ഉസ്താദ്, പട്ടിണിയാണ് ഉസ്താദേ, അല്ലെങ്കിൽ കയ്യിൽ പണമില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് വിഷമം അനുഭവിക്കുന്ന വാപ്പാ, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയോ? അതാ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിന്റെ സ്വന്തക്കാരെയും കൂട്ടിയിട്ട് നീ നിസ്കാരത്തിലേക്ക് കടന്നു വരൂ, നീ നിസ്കാരങ്ങൾ നിലനിർത്ത്. നിന്നോട് ഒറ്റക്കല്ല നിസ്കരിക്കാൻ പറയുന്നത്, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ നിസ്കരിക്കാൻ പറയുന്നത്. നിനക്ക് ആരൊക്കെയാ കൂട്ടേണ്ടത്? നിന്റെ വീട്ടിൽ നിന്റെ മക്കളുണ്ട്, നിന്റെ ഭാര്യയുണ്ട്, നീ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരെ കൂട്ടിക്കോ. വഅ്മുർ അഹ്ലക ബിസ്സലാ, നിന്റെ അഹ്ലുകാരോട് നിസ്കരിക്കാൻ പറ, നീയും നിസ്കരിക്ക. അങ്ങനെ നിന്റെ ജീവിതത്തിൽ നീ അങ്ങ് നിസ്കാരങ്ങൾ നിലനിർത്തിയാ പടച്ചവനെ അല്ലാഹു തആല പറയുകയാ, നഹ്നു നർസുഖക, ഞാൻ നിന്നോട് ഞാൻ ഒരിക്കലും അവിടുന്ന് ഭക്ഷണം ചോദിക്കുന്നില്ല, നിന്നോട് ഒരിക്കലും ഞാൻ ഉപജീവന മാർഗം ചോദിക്കുന്നില്ല. ലാ നസ്അലുക റിസ്ഖാ, നിന്നോട് ഞാൻ ഒരിക്കലും അവിടുന്ന് ചോദിക്കുന്നില്ല, നിനക്കുള്ളത് ഞാൻ നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയാണ്, നിനക്കുള്ളത് ഞാൻ തരും. സൂറത്തു ത്വാഖയിൽ ഓതിക്കൊണ്ട് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. നിന്റെ അഹ്ലുകാരെ എല്ലാവരെയും കൂട്ടി നിസ്കാരത്തിലേക്ക് നീ പുറപ്പെട്, നിനക്കുള്ള റിസ്ഖ് ഞാൻ തരും, നിനക്കുള്ള റിസ്ക് ഞാൻ തരും. നമ്മൾ പറയില്ലേ, ഉസ്താദേ സുബൈക്ക് പള്ളിയിലുണ്ട്, സുബൈക്ക് പള്ളിക്കലുണ്ട്, 5 വക്തിനും പള്ളിയിലുണ്ട്, നിസ്കാരം വേണ്ടതുപോലെ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്ക് വിഷമങ്ങളാ, പട്ടിണിയാ പറയുന്ന വാപ്പമാര്, സുബഹി നമസ്കാരത്തിന് നിങ്ങൾ എണീക്കുമ്പോ ചെയ്യേണ്ട എന്തറിയോ? വീടിന്റെ ഉള്ളറയിലേക്കൊന്ന് നോക്കുക. എന്റെ മോന് പാതിരാ സമയത്തിന്റെ നിശബ്ദതയിലാ വന്ന് കയറിയത്, നീ അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? 1 മണിക്കോ 2 മണിക്കോ കയറി വന്നത് വീട്ടിലേക്ക് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? എന്നാൽ ആ പൊന്നുമോൻ ആ സമയത്ത് എണീറ്റിട്ട് നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. മനസ്സിലായോ മോനെ? അവൻ നിസ്കരിക്കുന്നുണ്ടോ നോക്കണം. നിന്റെ മകള് പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ പോലും തന്റെ കാമുകനോട് നീ വാങ്ങിക്കൊടുത്ത മൊബൈൽ ചാറ്റ് ചെയ്തുകൊണ്ട് വിളിച്ചുകൊണ്ട് സല്ലപിച്ചുകൊണ്ട് കിടക്കായിരുന്നു. ഉറങ്ങുന്നത് 2 മണിക്കും 3 മണിക്കുവാ. എന്നാ സുബഹിന്റെ സമയത്ത് 4 മണിക്ക് 5 മണിക്ക് ബാങ്ക് വിളിച്ചാൽ നിന്റെ മക്കൾ എണീറ്റിട്ടുണ്ടോ എന്ന് നീ നോക്കണം. അതാ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞത്, നിനക്ക് റിസ്ക് ഞാൻ തരും, നീ ചെയ്യേണ്ടത് വഅ്മുർ അഹ്ലക ബിസ്സലാ, നിന്റെ മക്കളെ, നിന്റെ ബന്ധപ്പെട്ട നിന്റെ വീട്ടിലുള്ളവരെ, നിന്റെ അഹ്ലുകാരെ കൂട്ടിയിട്ട് 5 വഖത്ത് നിസ്കാരം നീ നിലനിർത്തും. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? നിസ്കരിച്ചിട്ട് നോമ്പെടുത്തിട്ട് എന്തുകൊണ്ടാ നമുക്ക് ദാരിദ്ര്യം തീരാത്തതെന്ന്, വിഷമങ്ങൾ മാറത്തെന്ന് മനസ്സിലായോ? നമ്മുടെ വീട്ടിനകത്ത് കിടന്നുറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. നിസ്കാര സമയത്ത് ദുഹറുണ്ടോ അറിയില്ല, സുബൈണ്ടോ അറിയില്ല, അസ്റുണ്ടോ അറിയില്ല, മഗ്രിബോ ഇശാ, അവര് നിസ്കരിച്ചോടാ, നിസ്കരിച്ചു ഉമ്മ, ഞാൻ നിസ്കരിച്ചു. ഇതാ നമ്മുടെ മക്കളുടെ അവസ്ഥ. അവർ നിസ്കരിച്ചത് പൂർണ്ണമാക്കി വേണ്ട രൂപത്തിലാണോ എന്ന് പോലും ശ്രദ്ധിക്കാൻ ഇന്ന് പല രക്ഷിതാക്കളും കുനിയുന്നില്ല. എന്നിട്ടും പരാതിയാ, പടച്ച റബ്ബേ എനിക്കൊന്നുമില്ലല്ലോ. ഉസ്താദ് ദുആ ചെയ്തിട്ട് കാര്യമുണ്ടോ? പടച്ചോനെ മജ്ലിസിൽ പൈസ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. സിയാറത്ത് നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആദ്യം ചെയ്യേണ്ടത് നമസ്കാരമാണ്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എടാ ഞാനൊന്ന് ചോദിക്കാം, സുബഹി നമസ്കാരം വേണ്ട രൂപത്തിൽ ഖളാ ആക്കാതെ നേരത്തെ എണീറ്റുകൊണ്ട് വുളൂ എടുത്തിട്ട് നീ നിസ്കരിച്ച് നീ ഒന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥന നടത്തി നീ അന്നത്തെ പ്രഭാതത്തിൽ നീ ജോലിക്കോ ക്ലാസ്സിനോ വേണ്ട രൂപത്തിലോ നീ പോയാൽ, മോനെ കണ്ണാടിയിൽ നീ ഒന്ന് നോക്ക്. അന്നത്തെ രാവിലെ നിന്റെ കണ്ണാടി എടുത്തിട്ട് നീ ഒന്ന് നോക്ക്. നിന്റെ മുഖത്ത് വലിയ പുഞ്ചിരിയും പ്രകാശവും നിനക്ക് കാണാൻ കഴിയും. നേരെ മറിച്ച് സുബഹി നമസ്കാരം ഖളാ ആക്കി കിടന്നിട്ട് നിനക്ക് തോന്നുന്നത് പോലെ എണീറ്റിട്ടാണ് നീ പോകുന്നതെങ്കിൽ, മോനെ നിന്റെ പ്രകാശമല്ല, നിന്റെ മുഖത്ത് നിനക്ക് വിഷമം കാണാൻ കഴിയും. കാണുന്നവർ ചോദിക്കും, സുബഹി നിസ്കരിച്ച് വരുന്നവനാണെങ്കിൽ എന്താടാ നിന്റെ മുഖത്ത് ഇത്ര സന്തോഷമെന്ന്, എന്താടാ നിന്റെ മുഖത്ത് ഇത്ര പുഞ്ചിരി എന്ന് കാണുന്നവൻ ചോദിക്കും. നീ നിസ്കരിക്കാതെ പോയാൽ ചോദിക്കും, മോനെ എന്താടാ നിനക്ക് ഇത്ര വലിയ പ്രയാസം, എന്താടാ നിനക്ക് ഇത്ര വലിയ വിഷമം. കാണുന്നവർ നമ്മ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കും. മനസ്സിലായോ? സുബഹി നമസ്കാരം നിർവഹിക്കാതെ പോകരുത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലാഹു തആല തന്ന അമാനത്തായ സ്വത്തല്ലേ.
അല്ലേ? മാനത്തായ സ്വത്തല്ലേ? അത് വേണ്ട രൂപത്തിൽ നമ്മൾ പരിചരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു 3 സ്വലാത്ത് എല്ലാവരും ഒന്ന് ചൊല്ലിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു നമ്മൾ ചൊല്ലിയ സ്വലാത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് അല്ലാഹു തആല ഉടനെ തന്നെ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ പറ. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് നമ്മുടെ കൺകുളിർക്ക് കാണാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, മക്കൾ നന്നാകുന്നില്ല എന്ന് നമ്മൾ പറയും അല്ലേ? മക്കള് നന്നാകുന്നില്ല എന്ന് നമ്മൾ പറയും. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കാൻ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് ഹിദായത്ത് കൊടുക്കാൻ ആ പടച്ച തമ്പുരാന്റെ മുമ്പിൽ എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. എൻ്റെ മകൾ പടച്ചവനെ എന്നെ വെറുപ്പിക്കരുത്, ഈ സമൂഹത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് പറയാൻ, നമുക്ക് ധൈര്യത്തോടു കൂടെ ആ ഒരു ചിന്തയിൽ അടിയുറച്ചു നിൽക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം. അതിൻ്റെ വേണ്ടത് നമ്മുടെ മക്കൾക്ക് ദീനീ ബോധം നമ്മൾ കൊടുക്കണം. ഇന്ന് പല രക്ഷിതാക്കളും ചെയ്യുന്ന പ്രവണത, മക്കളെ മദ്രസയിലേക്ക് വിടുന്നുണ്ടോ? ഉണ്ട്, മദ്രസയിലേക്ക് വിടുന്നുണ്ട്. ആ കുട്ടി എന്ത് പഠിച്ചു എന്ന് നോക്കുന്നില്ല, കുട്ടിക്ക് ഏത് പാഠമാണ് എടുത്തത് എന്ന് നമ്മുടെ രക്ഷിതാക്കൾ നോക്കുന്നില്ല, കുട്ടി ഏത് രൂപത്തിലാണ് നടക്കുന്നത് എന്ന് നോക്കുന്നില്ല. ഇതൊന്നും നമ്മുടെ രക്ഷിതാക്കൾ ചിന്തിക്കുകയോ നോക്കുന്നില്ല. എന്നിട്ട് പറയും, എൻ്റെ കുട്ടി മദ്രസയിൽ പോകുന്നുണ്ട്, മദ്രസയിൽ പോയിട്ട് നന്നായിട്ടില്ല. നന്നാമത്തെ എന്തുകൊണ്ടാണ്? ആ ഇൽമ നാഫിയായിട്ടില്ല, ഉപകാരപ്രദമായ ഇൽമായിട്ടില്ല. ഉപകാരപ്രദമായ ഇൽമാകണമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മളത് പഠിപ്പിക്കണം. എൻ്റെ കുട്ടി നിസ്കാരത്തെ കുറിച്ച് പഠിച്ചോ? എൻ്റെ കുട്ടി നിസ്കാരത്തിന്റെ ഫർളുകൾ പഠിച്ചോ? അതിന്റെ പുറമെ തന്നെ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. മനസ്സിലായോ? ഈമാൻ കാര്യങ്ങൾ പഠിച്ചോ? ആ പഠിച്ചു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ കുട്ടി എന്ന് നോക്കണം. ഇസ്ലാം കാര്യങ്ങൾ പഠിച്ചു, അതനുസരിച്ച് മനസ്സിലാക്കി ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിൽ അതുണ്ടോ എന്ന് നോക്കണം. എപ്പോഴാ ഇതൊക്കെ ഉണ്ടാകാറെന്നറിയോ? നമ്മുടെ ജീവിതത്തിലും കൂടെ ഇതുപോലത്തെ ഓർമ്മയും ബോധവും പ്രവർത്തന മൈൻഡും ഉണ്ടാകുമ്പോഴാണ്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ അതുണ്ടാകൂല. കാരണം നമ്മളെ കണ്ടിട്ട് അവർ പഠിക്കുന്നത്. പല രക്ഷിതാക്കളും പറയും, ഉസ്താദേ ഞാൻ പറയുന്നത് എൻ്റെ മോൻ കേൾക്കുന്നില്ല. കേൾക്കാത്ത എന്തുകൊണ്ടാടാ? നീ കേട്ടിട്ടില്ല. നീ ഇന്നും നിനക്ക് തോന്നിയതുപോലെ ജീവിക്ക. പിന്നെ നിന്റെ മക്കള് കേൾക്കോ? പഴയ കാലത്തൊരു ചൊല്ലുണ്ട്, മത്തം കുത്തിയ കുമ്പളം മുളക്കൂലടാന്നുള്ളത് അല്ലേ? നമ്മുടെ സ്വഭാവം എങ്ങനെ ഇന്നും ഉള്ളത്, അതുപോലെ നമ്മുടെ മക്കളുണ്ടാകും. അള്ളാഹു ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിരിച്ചു പോകുന്ന, ഏറെ ചിന്തിച്ചു പോകുന്ന ഒരു വാർത്തയുണ്ട്. ഹൃദയം കൊണ്ട് വേറെ വേദനിച്ചു പോയൊരു വാർത്തയുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഈ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുക, സമൂഹത്തിൽ ഇത്രയ്ക്ക് ചർച്ചയാക്കപ്പെട്ട, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇത്രയ്ക്ക് വളരെ മോശമായ സന്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു സംഭവം വേറല്ല എന്നാ തോന്നുന്നത്. വലിയൊരു ആങ്കർ അതിന്റെ പിറകിലുണ്ട്, അറിയപ്പെട്ട ഒരാളാണ്. പക്ഷെ എന്ത് പറഞ്ഞിട്ട് എന്താ? അതിനകത്തേക്ക് വരുന്ന ആളുകളുടെ ഓരോ പ്രവർത്തനങ്ങളും പടച്ചറബ്ബെ കണ്ടാൽ കേട്ടാൽ അല്ലാഹുവേ കണ്ണ് തള്ളിപ്പോകും, മനസ്സ് വേദനിച്ചു പോകും. ഈ ഒരു വർഷമായി ബിഗ് ബോസ് പരിപാടി നടക്കുന്ന സമയത്ത് അതിലേക്ക് 2 വ്യക്തികളെ കൊടുത്തിരുന്നു. ലെസ്ബിയൻ കപ്പിൾസുകളായ ആദില, നൂറ എന്ന് പറയുന്ന 2 പെൺകുട്ടികൾ. ഇവർ അവരുടെ ജീവിതത്തിനനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന 2 പെൺകുട്ടികളാണ്. പടച്ചറബ്ബെ, ആ പെൺകുട്ടികൾ പല സമയത്തും ഇന്റർവ്യൂയിലും മറ്റുമൊക്കെ വന്നിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ അല്ലാഹുവേ കരഞ്ഞു പോകാറുണ്ട്. പല സമയത്തും തന്നെ നൊന്ത് പ്രസവിച്ച ബാപ്പയും ഉമ്മയും തള്ളി പറയുന്നത്. അല്ലാഹുവേ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ആ സഹോദരിമാര് പറയുന്ന ഒരു വീഡിയോ, എന്റെ താഴത്ത് 3 4 കൂടെ ഉണ്ട്, അതിനൊന്നൊരു കുറവ് വരുത്തിയിട്ടില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആരെ കുറിച്ചാ പറയുന്നത്? സ്വന്തം ഉമ്മയെയും ബാപ്പയെയും കുറിച്ചിട്ട്.
എന്നിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകൾ, അവരെ പല ഫംഗ്ഷനും വിളിക്കുന്ന ആളുകൾ, പല സമയത്തും അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്ന ആളുകൾ, ഇന്ന് അവിടെ സന്ദേശവും അവിടെ ഓരോ കാര്യങ്ങളും സമൂഹത്തിന്റെ മുമ്പിൽ ഇന്ന് വൈറലായി കൊണ്ടിരിക്കുകയാണ്, ചർച്ചയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ മോശമായ രീതിയിൽ പടച്ചവനെ തന്റെ മാതാപിതാക്കൾ അവിടുന്ന് അടിച്ചാക്ഷേപിക്കുന്ന സ്വരങ്ങൾ ഉച്ചരിച്ചിട്ട് ആ ഒരു ഉച്ചരിക്കുന്ന സ്വരങ്ങളെയും വ്യക്തികളെയും ഇന്നും സമൂഹത്തിന്റെ മുമ്പിൽ ഇന്ന് ആളുകൾ അവിടുന്ന് ഏറ്റുകൊണ്ടിരിക്കുകയാണ്, ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പല അച്ഛനമ്മമാർ, എൻ്റെ പ്രിയമുള്ളവരെ, ആ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നിങ്ങളെ എൻ്റെ മക്കളെ പോലെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പല അമ്മമാരും അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ, ആ അമ്മമാരുടെയും അച്ഛന്മാരുടെയും മക്കൾ ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അന്ന് എനിക്കതിനെ സപ്പോർട്ട് ചെയ്യേണ്ടില്ലായിരുന്നു എന്ന്. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ അടുത്തൊരു ഫംഗ്ഷന് വിളിച്ചു, ഒരു വ്യവസായിയുടെ അറിയപ്പെട്ട ഒരു വ്യക്തിയുടെ കല്യാണത്തിന് വീട് കുടിരിക്കലിന് വേണ്ടിയിട്ട് വിളിച്ചു. പക്ഷേ അവര് പിന്നീട് അദ്ദേഹം എൻ്റെ അറിവോട് കൂടെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ അറിവോട് കൂടെയല്ല അവർ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ രൂപത്തിൽ എഴുതുകയും പിന്നീട് അത് പിൻവലിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ എൻ്റെ പ്രിയമുള്ളവരെ കാണാനിടയായി. അതൊക്കെ വലിയ ചർച്ചയായി ഇന്നും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ആളുകൾ അത് ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറഞ്ഞു നടന്നാലും തന്റെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയെയും തള്ളിപ്പറഞ്ഞവർ, സമൂഹത്തിന്റെ മുമ്പിൽ പരിശുദ്ധമായ ദീനിനെ കളിയാക്കി നടക്കുന്നവർ, സ്വന്തം പെറ്റ ഉമ്മയെ, സ്വന്തം സംരക്ഷണം കൊടുത്ത് ഇതുവരെ വളർത്തിയെടുത്ത വാപ്പയെ വളരെ മോശമായ രീതിയിലാണ് എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകൾ, ആ വ്യക്തികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകൾ, അവരൊന്ന് ആലോചിക്കണ്ടേ, ഇനി അവർക്ക് അങ്ങനെ ജീവിതം അങ്ങനെ പോയിക്കോട്ടെ, പക്ഷെ എന്തിനാണ് ദീനിനെ കളിയാക്കുന്നത്? പടച്ചറബ്ബേ, വാപ്പയും ഉമ്മയും വീണ്ടും വീണ്ടും ഓരോ ഇന്റർവ്യൂവിലും വെച്ചിട്ട് ഇങ്ങനെ അവിടുന്ന് വളരെ മോശമായി കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യല്ല. അവർക്ക് ഇഷ്ടം ഇന്ന് സമൂഹത്തിൽ അങ്ങനെ ഒരിക്കലും പരിശുദ്ധമായ ദീനിലോ ഈ സമൂഹത്തിനോ അത് ചേർന്നതല്ല, ഒരിക്കലും അവിടുന്ന് അനുയോജ്യമല്ല, ഒരിക്കലും അവിടെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന വിഷയവുമല്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ജീവിതം പോലെ ജീവിക്ക്. പക്ഷേ ആ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ഓരോ നിമിഷങ്ങളിലും നിങ്ങൾ കുത്തി നോവിച്ചു കൊണ്ടിരിക്കുകയാണ്, അവിടുന്ന് പീഡിപ്പിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി ഏതൊരു വാപ്പയും ഉമ്മയും മനസ്സിലാക്കുന്നത് തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു ജീവിതം വേണം, ഒരു കുടുംബം വേണം, ഒരു നല്ല ഇണ വേണം, അവർക്കൊരു മക്കള് വേണം. ഇതൊക്കെ തന്നെയാണ് ഓരോ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്ന് സ്വയം ഇരുന്നിട്ട് ചിന്തിക്കുക, ഞങ്ങളെടുത്തിട്ടുള്ള തീരുമാനം ശരിയാണോ? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റൂട്ടിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ശരിയായിരിക്കും. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്. എന്താണോ മനുഷ്യൻ ചെയ്യുന്നത് പറയുന്നത് അത് മനുഷ്യന് ശരിയായിരിക്കും. എന്നാലോ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നോക്കുമ്പോഴേ, അല്ലെങ്കിൽ ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലെ ശരിയെയും തെറ്റിനെയും തിരിച്ചറിയാൻ അവിടുന്ന് കഴിയുള്ളൂ. മനസ്സിലാക്കണം. അപ്പോ സ്വന്തം മാതാപിതാക്കളെ ഇങ്ങനെ അടിച്ചാക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ സമയത്തും പറയുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെയാണ് ആപത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഇസ്ലാമിനെ വളരെ വിവരണമായിട്ട് വളരെ മോശമായ രൂപത്തിൽ പടച്ചവനെ ചിത്രീകരിച്ച ഒരു വ്യക്തി സുലൈമാൻ, ഫാദർ സുലൈമാൻ, ഞാൻ വലിയ ദാരിമിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഒരാൾ, മഹാനായ ജിഫ്രി തങ്ങൾ പാപ പിടിച്ചിട്ട് പുറത്ത് കിട്ട ചങ്ങാതിയാ. അവന്റെ കാപട്യം കാരണത്താൽ, കള്ളത്തരം കാരണത്താൽ, കളവ് പറയൽ കാരണത്താൽ തങ്ങളാപ്പാക്കതിന് മുമ്പേ മനസ്സിലായി. അല്ലാഹു തആല മഹാനവറുൽ ആഫിയത്തുൽ ദീർഘായുസ് അല്ലാഹു തആല കൊടുക്കട്ടെ. ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ നേരം വെളുത്തിട്ട് മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവിന്റെയും സ്നേഹത്തിന്റെ പ്രകടനങ്ങളും വളരെ റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിതത്തിന് വേണ്ടി സമൂഹത്തെ മുഴുവൻ ഉപദേശിച്ച് നടക്കുന്ന ആളുകളായിരുന്നു. അവസാനം തച്ച് തലയും ഒക്കെ പൊട്ടിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ ഇന്ന് അവർ അവഹേളനത്തിന്റെ വാക്കുകളുമായി കടന്നു വന്നിരിക്കുകയാണ്. അവിടെ ആ സ്നേഹത്തിന്റെ കഥകളൊക്കെ പടച്ചുറബെ, ഭർത്താവിനെ കെയർ ചെയ്യേണ്ട രൂപങ്ങളൊക്കെ ആ സഹോദരി പറയുന്നത് കേട്ടാൽ, ആ സ്ത്രീ പറയുന്നത് കേൾക്കുമ്പോ അല്ലാഹുവേ പടച്ചവനെ നമ്മൾ തന്നെ ചിരിച്ചു പോകും. നമ്മൾ മനസ്സിലായോ? അങ്ങനെയുള്ള ജീവിതമായിരുന്നു. പക്ഷേ ഇന്നതെല്ലാം കഴിഞ്ഞ് ഇന്ന് അവര് തമ്മി കേസായി പ്രശ്നങ്ങളായി പിരിഞ്ഞ സംഭവമൊക്കെ നമുക്കറിയും. ഹക്കല്ലാത്തത് എങ്ങനെയുണ്ടോ അത് അവസാനം ഇങ്ങനെയായിരിക്കും ഒതുങ്ങുക. നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുക്കണം. ഇതുപോലുള്ള ബിഗ് ബോസും മറ്റു പ്രവർത്തനങ്ങളൊക്കെ പരിപാടികൾ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല.
ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് ലഭിക്കുന്നത് എന്ന്. പക്ഷേ ജനങ്ങൾ മുഴുവനും അതിനെ ഏറ്റെടുത്തു. ജനങ്ങൾ മുഴുവനും അതിനെ കൊണ്ടു നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട്, സന്ദർഭങ്ങളിലായിട്ട് അതിനെ ഏറ്റുപിടിക്കുന്നുണ്ട്. ഇതൊക്കെ ഏറ്റുപിടിക്കാനും കൊണ്ടു നടക്കാനും അതെന്താണ് അതിന്റെ കാര്യം, എന്താണ് അതിന്റെ കാരണമെന്ന് ഇന്നും നമുക്ക് ആർക്കും പറയാൻ കഴിയുന്നില്ല. ഒരു നേട്ടവും അതുകൊണ്ട് നമ്മൾ കാണുന്നില്ല, അല്ലെ? ഈ സമൂഹത്തിൽ നോക്കൂ നിങ്ങൾ, അതൊക്കെ അവരെ ആ രണ്ട് വ്യക്തികൾ അതിലേക്ക് കൊണ്ടുവരുന്നതിൽ തന്നെ ഒരുപാട് കൂടെ അജണ്ടകൾ ഉണ്ടായി. അതിലെ ഒരു മത്സരാർത്ഥി തന്നെ ഇവരെ വീട്ടിൽ കയറ്റാൻ പാടില്ല, കൊള്ളാത്തവരാണ് എന്ന രൂപത്തിൽ പറഞ്ഞപ്പോ ജനങ്ങൾ മുഴുവനും ആ ഒരു സഹോദരിയാണ് അവിടുന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും, എന്റെ വീട്ടിലേക്ക് കയറ്റുമെന്ന് പറഞ്ഞിട്ട് വന്ന ആങ്കറും അതിലെ ചില ആളുകളും അവരെ കുറിച്ചൊന്നല്ല ലോകത്ത് ചർച്ചയാക്കപ്പെട്ടെ. ഇന്നും ആ സഹോദരന്റെ നിലപാട് ഞാന് എന്റെ വീട്ടിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എന്നും പറഞ്ഞു വെച്ച ആ സഹോദരി, ആ ഒരു സ്ത്രീ മനസ്സിലാക്കണം നമ്മൾ. കാരണം ഇത് സമൂഹത്തിന് അധികം ആ ഒരു സ്ത്രീ പറഞ്ഞൊരു വാക്കാണ് ഞാനൊരു അമ്മയാണ് എന്ന് ആ സഹോദരി പറഞ്ഞൊരു വാക്കാണ്. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാത്തത് എന്ന്. ഓരോ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ മക്കള് ഞാൻ പറയുന്നത് പോലെ പറയണം, ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം. ഒരു ഭാഗത്ത് കിടക്കുമ്പോ, തളർന്ന് കിടക്കുമ്പോ പടച്ചവനെ വന്നിട്ട് താലോലിച്ച് ഞാൻ എൻ്റെ മക്കൾക്ക് സംരക്ഷണം കൊടുത്തതുപോലെ എൻ്റെ മക്കൾ എനിക്കും തരുമെന്ന് വിചാരിച്ചു കൊണ്ടാണ് ഓരോ പാരന്റ്സും മാതാപിതാക്കളും ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ സമൂഹത്തിൽ നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു താല എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശം അള്ളാഹു നിറവേറ്റി തരട്ടെ. അള്ളാഹു താല എല്ലാവരുടെയും ഹലാലായ മുറാദ് അള്ളാഹു വീട്ടി തരട്ടെ. അള്ളാഹു താല എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു താല നീക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.